ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡ് സ്വാഗതമുണ്ട് കേട്ടോ. നമ്മളിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. മറ്റൊന്നുമല്ല, നമ്മളൊരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് ചെയ്യാൻ പോകണം കേട്ടോ. പിന്നെ പേര് എന്ന് പറയുമ്പോൾ കാസഡോമണി എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു. എന്താണെന്ന് ശരിക്കും എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന് നമുക്കും അറിയില്ല. ഏകദേശം 500 രൂപയുണ്ട് കേട്ടോ നമുക്ക്. പക്ഷേ കാണുമ്പോൾ കുഴപ്പമില്ല. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ DSLR വയ്ക്കുക, അതേപോലെ പോയിന്റ് ആൻഡ് ഷൂട്ട്, അങ്ങനെ പല പല ക്യാമറാസും കാര്യങ്ങളൊക്കെ വെക്കാന്നാണ് ഇതിൽ കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് പൊളിച്ച് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി എന്തായാലും അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ സാധനമൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് ഇത് കാണണമല്ലോ നിങ്ങൾക്ക്. ഞാൻ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും പൊളിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 500 രൂപ കേട്ടോ ഇതിനായിരിക്കണത്. അത്യാവശ്യം പാക്കിംഗ് ഒക്കെ നല്ല ഉഷാറ് പാക്കിംഗ് ആണ് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു പാക്കിംഗ് തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് പെട്ടി ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു പാക്കിംഗ് ആണ് കേട്ടോ, ചെറിയൊരു കുട്ടി സാധനമാണ്. അതായത് ട്രൈപോഡ് 3110 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമ്മുടെ കമ്പനിയുടെ പേരൊന്നും എഴുതിയിട്ടേ ഇല്ല കേട്ടോ ഇതിൽ. അപ്പോൾ ഒരു ജനറിക് സംഭവമാണ്, ജനറിക് പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടണത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. നമുക്കിത് മൊബൈൽ ഹോൾഡറാണിത്. അതിന് ശേഷം പിന്നെയുള്ളത് നമ്മുടെ ട്രൈപോഡ് മാത്രമാണ്. ഉള്ളിൽ വേറൊന്നുമില്ല, ട്രൈപോഡ് മാത്രമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര കുട്ടിയായിട്ടുള്ള ഒരു ട്രൈപോഡാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്, ചെറിയൊരു സാധനം. ഇനി ഇതിന് എത്ര ഹൈറ്റ് ഉണ്ട് എന്നൊക്കെയുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. കാരണം ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്കി ഏതൊക്കെയാണ് ലെവലിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ആക്കാം. നമ്മുടെ ക്യാമറ അവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ടും താഴോട്ടും ആക്കാനാണ് ഇത്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് ഈ സൈഡ് ഒരെണ്ണമുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മുകളിലോട്ട് വലിക്കാം, അതിനാണിത്. അപ്പോൾ ഇവിടെ ഒരു ലോക്ക് പോലെയാണിത്. ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ മുകളിലോട്ട് വലിക്കാൻ പറ്റില്ല. ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിക്കാം, അതിനാണ് ഈ ഒരു സാധനം കേട്ടോ. പിന്നെ ഈ ഒരു സൈഡ് ഒന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് മൊത്തമായിട്ട് ഓവറോളായിട്ട് ഇങ്ങനെ തിരിയാനാണ്. ഇതിപ്പോൾ നമ്മൾ ലൂസ് ആക്കി നോക്കിയോ, ഈ സൈഡ് ഒരെണ്ണം വരണതാണ്. ലൂസാക്കി കഴിഞ്ഞാൽ നമുക്കിത് മൊത്തത്തിൽ ഇങ്ങനെ തിരിക്കാം. ഇപ്പോൾ ഏകദേശം 3 ഭാഗത്തായിട്ടാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ വരുന്നത് കേട്ടോ. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരെണ്ണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ ഇതിലാണ് പിടിപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ആ ഭാഗത്ത് ഇതുപോലെ വയ്ക്കാനാണ്. ഇപ്പോൾ അതേപോലെ നമ്മൾ മൊബൈലിൻ്റെ ഹോൾഡർ വെക്കുകയാണെങ്കിൽ ഇതിലിങ്ങനെ വെക്കുക. എന്നിട്ട് താഴെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇതിൻ്റെ താഴെയായിട്ടൊരു സംഭവമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമ്മുടെ ഫോൺ ഒന്നെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ട്രൈപോഡ് പോലെ യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ട്രൈപോഡ് സാധാരണ പിടിക്കുമ്പോൾ നമ്മൾ കുട്ടിയതായിരിക്കും, ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ട്രൈപോഡ് പോലെ സെൽഫീസൊക്കെ എടുക്കാം. അപ്പം അങ്ങനെ ഒരു ഉപയോഗം കൂടി ഉണ്ട്. സെൽഫി സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇത്. അപ്പോൾ എന്തായാലും ഇത്രയും സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഹൈറ്റ്. ഏറ്റവും കുറഞ്ഞ ഹൈറ്റ് ഇത്രയാണ്. ഈ ഒരു ഹൈറ്റിലാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് സെറ്റ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ കണ്ടല്ലോ, ഏകദേശം ഈ ഒരു ഹൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇത് എത്രത്തോളം ഫുള്ളാക്കിയിട്ട് നമുക്ക് ആക്കാൻ പറ്റുന്നൊക്കെയുള്ളത് നമ്മൾ വേറൊരു ഭാഗത്ത് വെച്ചിട്ട് എടുക്കേണ്ടി വരും. കാരണം ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ കണ്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഇതിൻ്റെ കറക്റ്റ് ഒരു ലെവലും കാര്യങ്ങളൊക്കെ അറിയാനാണ്. സ്പിരിറ്റ് ലെവൽ എന്നാണ് ഇതിന് പറയുക. ഇത് ശരിക്കും സ്പിരിറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഇപ്പോൾ ഇത് ചെറുതായിട്ട് വളഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കണ്ടോ, നടുവിലൊരു ചെറിയൊരു ഗ്യാപ്പ് പോലെ, അത് കറക്റ്റ് നടുവിൽ വരണം. എന്നാൽ മാത്രമാണ് ഇത് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കേണ്ടതെന്ന് അർത്ഥം. ഇല്ലെങ്കിൽ ചെറുതായിട്ട് വളഞ്ഞു എന്ന് വെച്ചാൽ അത് ആ ഭാഗത്തോട്ട് സ്ലാൻഡിങ് ആയി ഇരിക്കുകയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. നമ്മൾ കറക്റ്റ് നിങ്ങളിപ്പോൾ നമുക്കിങ്ങനെ വേണമെങ്കിൽ കളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് കറക്റ്റ് നടുവിൽ വെച്ചാൽ കണ്ടോ, കറക്റ്റ് നടുവിൽ വരുമ്പോഴാണ് അത് എക്സാക്റ്റ് ആയിട്ട് ഈക്വിലിബ്രിയത്തിൽ ഇരിക്കണത്. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു ആംഗിൾ വെച്ച് കണ്ടാലോ അത്. ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ പോണ്. അപ്പോൾ കണ്ടോ, അവനവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ മനസ്സിലാവും. നീ ശരിക്കും നിൽക്ക്. കണ്ടോ, അവൻ അതിൻ്റെ മുകളിൽ നിന്നിട്ടൂടെ ഏകദേശം സെയിം ഹൈറ്റിലാണ് നിൽക്കുന്നത്. കുറച്ചും കൂടെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഏകദേശം അവൻ്റെ വയറിൻ്റെ അത്രയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയുണ്ട് കേട്ടോ ഹൈറ്റ്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ധാരാളമാണ് ഈ ഹൈറ്റൊക്കെ. കാരണം ഇനിയിപ്പോൾ എന്തിനാണ് നമ്മൾ വല്ല പ്രൊഫഷണൽ ഫോട്ടോഷൂട്ടിനൊക്കെ പോകുകയാണെങ്കിൽ ഇതിനെക്കാട്ടിലൊക്കെ ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഹൈറ്റ് വൈസൊക്കെ കറക്റ്റാണ് കേട്ടോ.
ഇനിയിപ്പോൾ നമുക്കിതെന്തായാലും ഇതിൽ നമ്മുടെ DSLR കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണമല്ലോ, കാരണം അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അവർ പറയണത്. നമുക്ക് എന്തായാലും DSLR കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മൊബൈലാട്ടോ കണക്ട് ചെയ്ത് നോക്കാൻ പോകണം. നീ കണക്ട് ചെയ്തോ, മൊബൈൽ എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആ ഹോൾഡർ അതിലോട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ടോ മൊബൈലിൽ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, ഏകദേശം കണ്ടോ മൊബൈൽ കറക്റ്റായിട്ട് ഹോൾഡ് ആവുന്നുണ്ട്. കാരണം മൊബൈലിന് വലിയ വെയിറ്റും ഇല്ലല്ലോ, അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും DSLR കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. ആയിട്ട് നമ്മുടെ ക്യാമറ ഫിറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഈ സാധനം ഇതിനുള്ളിലോട്ട് ഇങ്ങനെ ഇടണം. അതിന് ശേഷം നമ്മുടെ ക്യാമറ ഇവിടെ വയ്ക്കാം. അപ്പോൾ ക്യാമറ അടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഒരു സ്ക്രൂ പോലെ കണ്ടോ, ഇടാനൊരു ഗ്യാപ്പ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനുള്ളിലോട്ട് ഇടേണ്ടത്. നമുക്ക് സാധാരണ ട്രൈപോഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയും. നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കാം. ഇരിക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ കൂടെ എനിക്ക് തോന്നുന്നു നമ്മൾ അത്ര കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, വിശ്വസിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു 500 രൂപയുടെ ട്രൈപോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അധികമൊന്നും യൂസ് പറ്റില്ല. ഏകദേശം ചെറുതായിട്ടൊരു സ്ലാൻഡിങ്ങിലാട്ടോ നിൽക്കുന്നത് സംഭവം. എന്തായാലും കുഴപ്പമില്ല, ഇരിക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ്മെൻറ്റിന് ഇപ്പോൾ പെട്ടെന്ന് വല്ല സൺസെറ്റിൻ്റെ എന്തെങ്കിലും ടൈം ലാപ്സോ കാര്യങ്ങളോ എടുക്കണമെങ്കിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ലൊരു കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ക്യാമറ വീഴും. അപ്പോൾ ഏകദേശം കുഴപ്പമില്ല. നമ്മുടെ മൊബൈൽ യൂസേഴ്സിനൊക്കെ കറക്റ്റാണ് കേട്ടോ. നമ്മൾ മൊബൈലാണ് വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു 500 രൂപ, ഇപ്പം 500 ഇല്ല, ഞാൻ പറഞ്ഞ പോലെ 350 രൂപയുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഈസിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. എന്തായാലും കുഴപ്പമില്ല ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സാണ്. എല്ലാവരും പുതിയ പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ട് അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺസ് ഒക്കെ വെച്ചിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളതാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായ സാധനമാണ് ഈ ട്രൈപോഡ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഏകദേശം 350 രൂപയല്ലേ വരുള്ളൂ. ഞങ്ങൾ വാങ്ങുമ്പോൾ 500 പക്ഷേ ഞാൻ ഇപ്പോഴാണ് പറയുന്നത്, ഇപ്പോഴത്തെ കേസിൽ അത് വെറും 350 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നത്. ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, നിങ്ങളൊന്ന് കയറി നോക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ റിവ്യൂ ഒക്കെ കണ്ടല്ലോ, കുഴപ്പമില്ലാത്തൊരു സാധനം തന്നെയാണ്. നമുക്ക് മൊബൈലൊക്കെ ഈസി ആയിട്ട് അടിപൊളിയായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ എത്ര കാലം യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ. ഞങ്ങൾ കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള റിവ്യൂ എന്നൊക്കെ. കാരണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോ ഇനി ഇടാൻ പറ്റില്ല, കാരണം ഇത് ചെറിയൊരു ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പുതിയ വീഡിയോ ഇടില്ല. പക്ഷേ ഞങ്ങൾ എന്തായാലും കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും പിൻ ചെയ്യാം കേട്ടോ, എങ്ങനെയുണ്ട് ഇതിൻ്റെ ഇതെന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീഡിയോ കിട്ടില്ലെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുമായിരിക്കും. ടാറ്റാ.